ഒന്നുകിൽ നിങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ, അതും ഒന്നും രണ്ടുമല്ല 10-20 ലക്ഷമെങ്കിലും പോയിരിക്കും. അല്ലെങ്കിൽ 10-20 ലക്ഷം മൂല്യമുള്ള നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും. എന്തായാലും നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഈ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിനെ നമ്പിയവൻ യഥാർത്ഥത്തിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്നാൽ എന്താണ്? ആളുകളെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു കൂട്ടർ. എന്നാൽ എന്താണ് ഇവരിൽ പലരുടെയും ഇൻഫ്ലുവൻസിങ്? ഓരോ ഉഡായിപ്പ ആപ്പിലും പിന്നെ ക്രീമിലും അവരുടെ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുപോയി ചാടിക്കലാണ്. അതല്ലാതെ ഇവരിൽ പലരെ കൊണ്ടും ഈ സമൂഹത്തിന് എന്ത് ഉപകാരമാണുള്ളത്? തീരെ ഉപകാരമില്ല എന്നൊന്നും പറയുന്നില്ല. ധാരാളം ഫാമിലി വ്ളോഗേഴ്സൊക്കെ ഇപ്പോൾ ഈ മേഖലയിലോട്ട് വന്ന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാക്കുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക രംഗത്തിനും വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇത്തരം ആളുകളുടെ പർച്ചേസിംഗ് പവർ കൂടുന്നത് സ്വാഭാവികമായിട്ടും മാർക്കറ്റുകളിലേക്കുള്ള മണി ഇൻഫ്ലോയ്ക്ക് കാരണമാകും. കാരണം കൺസ്യൂമറിസത്തിൽ അധിഷ്ഠിതമായാണ് ആധുനിക സാമ്പത്തിക രംഗത്തിന്റെ നട്ടെല്ല് സ്ഥിതി ചെയ്യുന്നത്. യൂട്യൂബ് ഇൻഡസ്ട്രിയിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ യൂട്യൂബ് ആപ്പ് തുറക്കുന്ന സമയത്ത് പലപ്പോഴും ട്രെൻഡിങ്ങിൽ വന്ന് കിടക്കുന്ന വീഡിയോസ് മിക്കവാറും സീരിയൽ എപ്പിസോഡുകളും അല്ലെങ്കിൽ ഫാമിലി വ്ളോഗേഴ്സിന്റെ വീഡിയോസുമായിരിക്കും. സീരിയലുകളെ കുറിച്ച് ഇവിടെ ഇപ്പോൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിന്റെ മോറൽ എത്തിക്കൽ ഭാഗം ഒഴിച്ചു നിർത്തിയാൽ ഒരുപാട് കുടുംബങ്ങൾ ഈ വീഡിയോകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ മാസം ഉണ്ടാക്കുന്നുണ്ട്. അത്തരം വീഡിയോകളിൽ ഒരു വിദേശ കമ്പനിയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റിൻ്റെയോ അല്ലെങ്കിൽ സർവീസിൻ്റെയോ പരസ്യമാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തേക്ക് ഡോളർ ഇൻഫ്ലോ ഉണ്ടാകും. എന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഡോളറായാണ് നമ്മുടെ രാജ്യത്തെ ബാങ്കുകളിലേക്ക് എത്തുന്നത്. എള്ളിട്ടാൽ എള്ളിട്ട സ്ഥലം തൂർന്നു എന്ന് പറയുന്ന പോലെ ചെറുതെങ്കിലും വിദേശ നാണ്യ ശേഖരം ഉയർത്തുന്നതിൽ അവരും ഒരു പങ്ക് വഹിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ചില ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യമെടുത്താൽ റീച്ചിന് വേണ്ടി സീരിയൽ ടൈപ്പ് കുടുംബ പ്രശ്നങ്ങൾ ഫേക്കായിട്ടുണ്ടാക്കി അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാറുണ്ട്. സ്വാഭാവികമായും സീരിയൽ അഡിക്ഷനുള്ള നമ്മുടെ സമൂഹം ഈ കണ്ടന്റുകളും വലിയ രീതിയിൽ ആസ്വദിച്ച് കാണാറുണ്ട്. അതിലൊരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് ആളുകൾ അത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കണ്ടന്റ് ചെയ്യുന്നതിനെയും ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ചില ഫാമിലി വ്ളോഗേഴ്സ് ആയിക്കോട്ടെ, ഇൻഡിവിജ്വൽ ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, അവർക്ക് സമൂഹത്തിലുള്ള പോപ്പുലാരിറ്റിയും സ്വാധീനവും ഉപയോഗിച്ചുകൊണ്ട് പല ഉഡായിപ്പ ആപ്പുകളെയും തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും പരിചയപ്പെടുത്തി ലോങ് റണ്ണിൽ യൂസേഴ്സിൻ്റെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി മാത്രം ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഇത്തരം ആപ്പുകളുടെ ഉപയോക്താക്കളാക്കി മാറ്റാറുണ്ട്. അതിനുവേണ്ടി ഇൻഫ്ലുവൻസേഴ്സ് യൂസ് ചെയ്യുന്നത് നിഷ്കളങ്കരായ വ്യൂവേഴ്സിൻ്റെ ഇമോഷനെയാണ്. ഉദാഹരണത്തിന് പെങ്ങൾ താട്ടന് സ്വർണത്തിൻ്റെ മാല വാങ്ങിച്ചു കൊടുക്കുന്നു. എന്നിട്ട് വീഡിയോയിൽ പറയുന്നു, ഞാൻ ഈ ഒരു ഗെയിം കളിച്ചാണ് ഈ സ്വർണത്തിൻ്റെ മാല വാങ്ങിച്ചു കൊടുക്കാനുള്ള പണം സമ്പാദിച്ചത് എന്ന്. ഞാൻ കുറേ കാലമായിട്ട് വിചാരിക്കും താട്ടയ്ക്ക് ഒരു ഗിഫ്റ്റ് മേടിക്കണമെന്നുള്ളത്. പക്ഷേ അതിൻ്റെ ഒരു ബഡ്ജറ്റിൻ്റെ ഇഷ്യൂ ഞാൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഏൺ ചെയ്യാനുള്ള വഴി താട്ടം പറഞ്ഞതുകൊണ്ട് ഈ ആദ്യത്തെ ഗിഫ്റ്റ് താട്ടയ്ക്ക് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാനും അമ്മയും കൂടെ പോയി മേടിച്ചൊരു മാലയാണ്. അപ്പോൾ നമുക്കത് താട്ടയ്ക്ക് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ വന്നപ്പോൾ ഷാക്കിറും താട്ടനും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട് പക്ഷേ അതൊക്കെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഇവർക്ക് ഇപ്പോൾ തന്നെയാണ് പണി, വേറൊരു പണിയില്ല. ഞാൻ താട്ടയ്ക്ക് നിന്നിട്ട് താട്ടം നിൽക്കടി ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് താട്ടൻ എന്നെ വല്ലാണ്ട് അപ്പോൾ മനസ്സ് ഗേസ്. പിന്നെ ഞാൻ ഓർത്ത് അവൻ്റെ അല്ലേന്ന് വെച്ച് കൊടുത്തു. അവൻ അവിടെ കാശ് ഉണ്ടാക്കിയ കഥ പറയാൻ എൻ്റെ അടുത്ത്. അവനത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം അവൻ ഒട്ടും നേരെ വീട്ടിലേക്ക് എത്തി. അമ്മ അറിയാതെ വാങ്ങാൻ പോയിട്ടോ. അമ്മയുടെ കൈക്ക് കൊടുത്തപ്പോൾ അമ്മയുടെ ആ ഒരു സന്തോഷം, അമ്മയുടെ ആ ഒരു മുഖത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം പേരക്കുട്ടികളായിട്ട്. അപ്പോ ഈ ഫോൺ വാങ്ങിയതും ഗെയിം കളിച്ചിട്ടാണ്, 100% ഗെയിം കളിച്ചിട്ടാണ്. ഈ ഗെയിം എങ്ങനെ കളിക്കേണ്ടത് എന്നുള്ളത് ഇപ്പൊ കാണിച്ചു തരാം. താട്ടൻ പെങ്ങൾ പാസം അതിൽ മതിമറന്ന് നിൽക്കുന്നത് കാണുന്ന വ്യൂവേഴ്സിൽ കുറച്ച് ആളുകളെങ്കിലും ആ ഗെയിമിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ കുറച്ച് പൈസ ഇട്ട് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായും ആദ്യത്തെ കുറച്ച് തവണ ലാഭം കിട്ടുന്നു. കൂടുതൽ ലാഭത്തിന് വേണ്ടി കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നീട് എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്കൊക്കെ അറിയാം, യൂട്യൂബേഴ്സിൻ്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ അവർക്കുള്ള സബ്സ്ക്രൈബേഴ്സാണ്. എന്നാൽ ഇത്തരം ഉഡായിപ്പ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെതിരെ കമൻറ്റ് ബോക്സിൽ വന്ന് ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവർക്കത് ടോളറേറ്റ് ചെയ്യാനാവില്ല. അവർ പറയുക, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കോളൂ എന്നാണ്. ഓരോ സബ്സ്ക്രൈബർ മൈൽ സ്റ്റോണും അച്ചീവ് ചെയ്യാനാകുമ്പോൾ സബ്സ്ക്രൈബർ കൗണ്ട് കൂടുന്നത് ലൈവ് ഇട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന ഇവർക്കൊക്കെ ചാനൽ വളർന്നു വലുതായി കഴിയുമ്പോൾ സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ പുച്ഛമാണ്. തങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോടും വ്യൂവേഴ്സിനോടും യാതൊരു ഗ്രാറ്റിറ്റ്യൂഡോ നന്ദിയോ ഇല്ലാത്ത ബ്ലോഗേഴ്സിൻ്റെ കാര്യം പോകട്ടെ. എന്നാൽ വലിയ നന്മവരങ്ങളായി നടിച്ച് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെച്ചു കൊടുത്തും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തും ജീവിക്കാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുത്തും അത് കണ്ടന്റുകളാക്കി കേരള മിസ്റ്റർ ബീസ്റ്റ് ആവാൻ ശ്രമിക്കുന്നവർ വരെ ഇത്തരം ആപ്പുകളുടെ ട്രാപ്പിൽ തങ്ങളുടെ വ്യൂവേഴ്സിനെ പെടുത്തുന്നു എന്നതാണ് വളരെ സങ്കടകരമായ ഒരു കാര്യം. ഇപ്പുറത്ത് ഇയാളൊരു പാവപ്പെട്ട ഫാമിലിക്ക് വീട് വെച്ച് കൊടുക്കുമ്പോൾ അപ്പുറത്തൊരു 10 വീട് വെക്കാൻ ആവശ്യമായ തുകയാണ് ഇയാളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ സ്വാധീനത്തിൽ പെട്ടുപോയി ബെറ്റിംഗ് ആപ്പുകളിൽ പണം നിക്ഷേപിച്ച ആളുകളുടെ കയ്യിൽ നിന്ന്
ഇയാളുമായി അഫിലിയേറ്റ് ആയിട്ടുള്ള ഉടായ്പ് കമ്പനികൾ അടിച്ചുമാറ്റി കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയില്ല, ഇങ്ങനത്തെ വലിയ പ്രോജക്ട്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറേ അധികം പണത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു സത്യം ഞാൻ പറയട്ടെ, യൂട്യൂബിൽ നമുക്ക് അത്രയും വലിയൊരു വരുമാനം കിട്ടത്തില്ല, പ്രത്യേകിച്ച് മലയാളം ഓഡിയൻസിന് വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു വലിയൊരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ സൈഡ് സ്രോതസ് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു സ്രോതസിനെ കുറിച്ച് ഞങ്ങൾക്ക് പറയാൻ പോകുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആവും. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വരുന്നത് പോക്കറ്റ് ബ്രോക്കർ എന്ന ആപ്പിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. വ്യവസ്ഥകളും ബാധകം. ഈ പ്ലാറ്റ്ഫോം ശീലമാനും സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും വളരെയധികം ചാൻസ് കൂടുതലാണ്. ക്യാഷ് വെച്ചിട്ടുള്ള പരിപാടികൾ ഞാൻ നിങ്ങൾ വീണ്ടും ഓർപ്പിക്കുകയാണ്. വേണ്ടത്ര ഗവേഷണം നടത്താൻ സ്വന്തം ഉത്തരത്തിൽ മാത്രം ചെയ്യുക. അപ്പോൾ ഇപ്പം തന്നെ പോവുക, നിങ്ങളൊരു ഇൻകം ഉണ്ടാക്കാൻ തുടങ്ങും. ഇയാളെ ഒന്നും നന്മമരം എന്നല്ല വിളിക്കേണ്ടത്, തെമ്മാടിത്തരം കാണിക്കുന്നവരെ തെമ്മാടി എന്ന് തന്നെ വിളിക്കണം. പിന്നെ മറ്റൊരാളുണ്ട്, ടിക്ടോക്കിൽ പലരും അവരവരുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി കാണിക്കുന്ന കോപ്രായങ്ങളെ എടുത്ത് റോസ്റ്റ് ചെയ്ത് ജനങ്ങൾക്കിടയിൽ പ്രിയങ്കരനായ ഒരാൾ. ടിക്ടോക്കിലെ ആളുകൾ എന്തുതരം കോപ്രായം കാണിച്ചാലും അത് ആ വീഡിയോക്കുള്ളിൽ അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് മറ്റുള്ള ആളുകൾക്കൊന്നും ഒരു ദോഷവുമില്ല. ഇവിടെ ഈ കോപ്രായങ്ങൾ എടുത്ത് വിമർശിക്കുന്നവൻ തന്നെ ഇവിടെ തൻ്റെ ലക്ഷക്കണക്കിന് വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ പച്ചക്ക് വഞ്ചിക്കുകയാണ്. സോ ഗൈസ്, നിങ്ങളെല്ലാവരും ഈ ബിനോമോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റി എവിടെയെങ്കിലും വെച്ച് കേട്ടുണ്ടാകും. ഞാനിപ്പോൾ അത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ ട്രേഡിലും ഒരു 90% പ്രോഫിറ്റ് നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഫേവറേറ്റ് ആയിട്ടുള്ള സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഞാൻ ജനറേറ്റ് ചെയ്യുന്നത് ബിനോമോ എന്ന് പറയുന്ന ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ് കേട്ടോ. പല ഫ്രോഡുലന്റ് ആപ്പുകളുടെയും കമ്പനികൾ കുറഞ്ഞത് 10 ലക്ഷത്തോളം രൂപയെങ്കിലും അവരുടെ ആപ്പിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരൊറ്റ വീഡിയോ ചെയ്യുന്നതിന് ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്നുണ്ട്. എനിക്ക് ലാസ്റ്റ് ടൈം ബിനോമോ ഒരു പ്രൊമോഷൻ ഓഫർ ചെയ്തത് 10.2 lakhs ആണ് ഒരൊറ്റ വീഡിയോയ്ക്ക്. ഒരു സിംഗിൾ ഇൻഫ്ലുവൻസർക്ക് പരസ്യത്തിന്റെ ഭാഗമായി മാത്രം 10 ലക്ഷത്തോളം രൂപ ഈ കമ്പനികൾ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര കോടിക്കണക്കിന് രൂപയായിരിക്കും യൂസേഴ്സിനെ വഞ്ചിച്ചുകൊണ്ട് ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇനി ചില യൂട്യൂബേഴ്സ് ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിന്റെ വഞ്ചന തുറന്നുകാട്ടി വീഡിയോ ചെയ്ത് ആളുകൾക്ക് ഒരു അവയർനെസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അവിടെയും ഇവന്മാർ പ്രതികാര ബുദ്ധിയോടെ വന്ന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കുകയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കുകയും ചെയ്യുന്നു. അത് വെളുത്തിട്ട് പാറാനുള്ള ക്രീമുകളുടെ പരസ്യം ചെയ്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ കിഡ്നി അടിച്ചു കൊണ്ടുപോയി കളയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, തട്ടിപ്പ് ഗെയിമിംഗ് ആപ്പുകളുടെ പരസ്യം ചെയ്ത് സബ്സ്ക്രൈബേഴ്സിൻ്റെ പണം കളയുന്ന ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ഒരു മാറ്റവുമില്ല. ഉദാഹരണത്തിന് ലൈഫ് ഓഫ് അനന്തു എന്ന ഒരു യൂട്യൂബർ ഇത്തരത്തിൽ ആളുകളെ വഞ്ചിക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ എക്സ്പോസ് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുത്ത് ആ വീഡിയോകളെല്ലാം ഇപ്പോൾ ക്രോപ്പ് ചെയ്യപ്പെട്ട അവസ്ഥയിലോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യപ്പെട്ട അവസ്ഥയിലോ ആണ്. എന്ന് വെച്ചാൽ എത്തിക്സിന്റെ കണിക പോലും ഇല്ലാത്ത പ്രതികാരബുദ്ധി ആവശ്യത്തിൽ കൂടുതലുള്ള അധമ കൂട്ടമാണ് ഇവരെന്ന് പറയേണ്ടി വരും. ഇനി ഇവിടുത്തെ നിയമപാലന സംവിധാനത്തിന്റെ അവസ്ഥയാണ് വളരെ പരിതാപകരം. ഇത്തരം തട്ടിപ്പ് ആപ്പുകൾക്കെതിരെയും അത് പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരെയും ഇവർ യാതൊരു നടപടിയും എടുത്തിട്ടില്ലെങ്കിൽ പോലും ഏതെങ്കിലും യൂട്യൂബേഴ്സോ മറ്റു സാധാരണക്കാരോ ഇത്തരം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ഉടായ്പ ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന വീഡിയോകൾക്കെതിരെ ആ വീഡിയോയിലെ ക്ലിപ്പ് എടുത്ത് പ്രതികരിച്ച് വീഡിയോ ചെയ്താൽ തങ്ങൾക്ക് മാനനഷ്ടമുണ്ടായി എന്ന പേരിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് കേസ് കൊടുക്കുകയും ആ കേസ് മുഖവിലക്കെടുത്ത് പ്രതികരിച്ച ആളുകൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനും അവരെ വേട്ടയാടാനും ഇവിടുത്തെ നിയമപാലകർക്ക് വലിയ ശുഷ്കാന്തിയാണ്. ഈ അടുത്ത് ഹൈദരാബാദിലെ അബ്ദുല്ലാപുരത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാം. കഴിഞ്ഞ ഓഗസ്റ്റ് 14-ന് 45-കാരനായ മഹേശ്വർ റെഡ്ഡി എന്നയാളും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തങ്ങളുടെ ഫാമിൽ ആത്മഹത്യ ചെയ്യപ്പെട്ട നിലയിൽ കാണപ്പെടുന്നു. തുടർന്ന് അന്വേഷണം നടത്തിയ പോലീസിന് മനസ്സിലാവുന്നത് ഈ ദമ്പതികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത അവർ പോലും അറിയാതെ വന്നു ചേർന്നിരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ അവരുടെ 22 വയസ്സുകാരനായ ഏക മകൻ ഓൺലൈൻ ഗാംബ്ലിംഗ് ആപ്പുകളിൽ ലക്ഷക്കണക്കിന് രൂപ ഘട്ടം ഘട്ടമായി നിക്ഷേപിച്ച് പണമെല്ലാം നഷ്ടപ്പെടുന്നു. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകൾ മകൻ കാരണം ഈ ദമ്പതികൾക്ക് മേൽ ഉണ്ടാവുകയായിരുന്നു. ഈ കടബാധ്യത തീർക്കാൻ വേണ്ടി 2 കോടിയോളം മൂല്യമുള്ള 5 ഏക്കർ ഫാം ലാൻഡ് ഇവർക്ക് വിൽക്കേണ്ടി വന്നു. എന്നിട്ടും കടബാധ്യത തീരാതെ വന്നതോടെ സ്വന്തം കിടപ്പാടവും മറ്റ് പ്രോപ്പർട്ടികളും ഇവർക്ക് വിൽക്കേണ്ടി വന്നു. മകൻ ഹൈദരാബാദ് നഗരത്തിലായിരുന്നു. എന്നാൽ കിടപ്പാടം നഷ്ടപ്പെട്ട ഇവർ കഴിഞ്ഞ 6 മാസമായി ഒരു ബന്ധുവീട്ടിലായിരുന്നു താമസിച്ചു വന്നിരുന്നത്. എല്ലാം വിറ്റു തീർന്നിട്ടും കടബാധ്യത തീരാതായതോടെ ഈ ദമ്പതികൾ ജീവനൊടുക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ ഗാംബ്ലിംഗ് ആപ്പുകൾക്ക് അടിമയായ മകൻ കാരണം ഒരു കുടുംബം തന്നെയാണ് തകർന്ന് തരിപ്പണമായത്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ 100 കണക്കിന് കുടുംബങ്ങളുടെ കഥകൾ കേരളത്തിലും പുറത്തുമായി നമുക്ക് വാർത്തകളിലൂടെ കാണാൻ സാധിക്കും. ഓരോ ഗാംബ്ലിംഗ് ഗെയിമിംഗ് ആപ്പുകളുടെയും പരസ്യത്തിനു ശേഷം ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്ര വേഗതയിൽ ഹൈ പ്ലേബാക്ക് സ്പീഡിൽ ഡിസ്ക്ലൈമറുകൾ പറഞ്ഞു തീർത്താൽ തങ്ങളുടെ നിയമപരമായ ഉത്തരവാദിത്തം തീർന്നു എന്ന് കമ്പനികൾക്കും ഇൻഫ്ലുവൻസേഴ്സിനും അറിയാം. പക്ഷെ അതിനപ്പുറം വൻ സ്വപ്നങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് എറിഞ്ഞുകൊടുത്ത് ഇവരെല്ലാം ചേർന്ന് കെണിയിൽപ്പെടുത്തി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ശാപം തലമുറകളോളം ഇവരെ വേട്ടയാടാതിരിക്കില്ല. ചരിത്രത്തിലെ കാവ്യനീതികളെല്ലാം അങ്ങനെയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.